കൊട്ടാരക്കരയിൽ മാത്രമല്ല, കൊല്ലം ജില്ലയിൽ മാത്രമല്ല, കോൺഗ്രസ് ശ്രീമതി ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്നത് അത് കൊട്ടാരക്കരയിലെ കോൺഗ്രസ്സിന് മാത്രമല്ല, കൊല്ലം ജില്ലയ്ക്ക് മാത്രമല്ല, കേരളത്തിനാകമാനം ഒരഭിമാനമാണ്. പാർട്ടിക്ക് ഒരു അസറ്റാണ്, യാതൊരു സംശയവുമില്ല. അവർക്കുള്ള ജനപിന്തുണ, അവരുടെ ബഹുജനങ്ങളുമായുള്ള ഇടപെടൽ, അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ നേതൃത്വം വഹിച്ചുള്ള പങ്ക്, ഇതെല്ലാം തന്നെ തീർച്ചയായും പാർട്ടിക്കൊരു മുതൽക്കൂട്ടാണ്. ശ്രീ ബാലഗോപാൽ പറഞ്ഞതുപോലെ ഐഷ പോറ്റി ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട, ഐഷ പോറ്റിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അനാഥമാകുമെന്നാണ്. ഞാൻ ബാലഗോപാലിനെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ ഒരു തരത്തിലും ബാലഗോപാൽ ആശങ്കപ്പെടേണ്ടതില്ല. യഥാർത്ഥത്തിൽ CPM-ൽ നിന്നപ്പോഴാണ് അവർ അനാഥയായിരുന്നത്. അവർക്ക് ലഭിക്കേണ്ട അർഹതപ്പെട്ട പദവികളെല്ലാം നിഷേധിക്കുകയും അവരെ പതുക്കെ സൈലൈൻ ചെയ്ത് ആ സ്ഥാനത്തേക്ക് കൊട്ടാരക്കരയിൽ വന്ന് മത്സരിച്ച് ജയിച്ച് മന്ത്രിയായതിനു ശേഷവും അവരോട് നീതി കാണിക്കുവാൻ ബാലഗോപാലിനോ CPM-നോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അവർ വീർപ്പുമുട്ടി കഴിയുകയായിരുന്നു CPM-നകത്ത്. അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരിടം ഉണ്ടാകണമെന്ന് പറഞ്ഞു. ശ്രീമതി ഐഷ പോറ്റിനെ ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ജനങ്ങളാണ് ആവശ്യപ്പെടുന്നത്, മാഡം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിശബ്ദമായി കഴിയുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ നിശബ്ദമായി കഴിയുന്നു? എന്തുകൊണ്ട് നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നില്ല? നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഈ നാടിനു വേണ്ടി, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു? ഇനിയും ഞങ്ങൾ പലതും നിങ്ങളിത് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ തീർച്ചയായും സജീവമായി പൊതുരംഗത്ത് വരണമെന്ന് കൊട്ടാരക്കരയിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കോൺഗ്രസ് എന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഇടം കണ്ടെത്തി വന്നത്. അവരെ ഞങ്ങൾ ഇരുകൈനീട്ടി സ്വീകരിച്ചു. കൊട്ടാരക്കരയിലെ കോൺഗ്രസ് മാത്രമല്ല, കൊല്ലത്തെ കോൺഗ്രസ് മാത്രമല്ല, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുള്ള നേതൃത്വം അറിഞ്ഞും അവർക്ക് എല്ലാവിധമായ പിന്തുണയും നൽകിക്കൊണ്ടാണ് അവർ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. സ്ഥാനാർത്ഥികളെക്കുറിച്ച് എവിടെയും കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിട്ടില്ല. ഐക്യജനാധിപത്യമുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ, ഉഭയകക്ഷി ചർച്ച പോലും ആരംഭിച്ചില്ല. അതിനിടയിൽ നിങ്ങൾ ഓരോരുത്തരുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. വരട്ടെ, അത് ചർച്ചകൾ നടന്നില്ലല്ലോ. ചർച്ചകൾ നടക്കുമ്പോഴല്ലേ ആരൊക്കെയാണ് ഇവിടേക്ക് സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വിശ്വാസിന് വല്ല പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വർക്കിംഗ് പ്രസിഡന്റ് എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി ഒരു മണ്ഡലത്തിലും ഒരു സ്ഥാനാർത്ഥിയെയും ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ല.